وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. കുതിബ അലാ ഇബ്നി ആദമ നസീബുഹു മിനൽ സിനാ മുദ്രികു ദാലിക ലാ മഹാല. ആദം സന്തതിയുടെ മേൽ വ്യഭിചാരത്തിൽ നിന്നുള്ള അവന്റെ ഓഹരി എഴുതപ്പെട്ടിരിക്കുന്നു. അതവനെ ബാധിക്കും, അത് അസംഭവ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു, അൽ ഐനാനി സിനാഹുമാ അൻ-നദർ. രണ്ട് കണ്ണുകൾ, അവയുടെ വ്യഭിചാരം നോട്ടമാണ്. വൽ ഉദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, രണ്ട് കാതുകൾ, അവയുടെ വ്യഭിചാരം കേൾക്കലാണ്. വൽ ലിസാനു സിനാഹു അൽ കലാം. നാവിന്റെ വ്യഭിചാരം സംസാരമാണ്. വൽ യദു സിനാഹ അൽ ബത്ഷ്. കൈയിന്റെ വ്യഭിചാരം പിടുത്തമാണ്. വൽ രിജ്ലു സിനാഹ അൽ ഖുത്വാ. കാലിന്റെ വ്യഭിചാരം നടത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തുടരുകയാണ്, വൽ ഖൽബു യഹ്വാ വ യതമന്ന. ഹൃദയം അത് ഇച്ഛിക്കുന്നതും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നു. വയുസദ്ദിഖു ദാലികൽ ഫർജു ഔ യുകദ്ദിബുഹു. ഗുഹ്യസ്ഥാനം അത് സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യുന്നു. ഈ ഒരു വിശാലമായ ഹദീസിലൂടെ വ്യഭിചാരമെന്ന വലിയ തിന്മയെ കുറിച്ചാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കെങ്കിലും ആ മ്ലേച്ഛകരമായി കൊണ്ടുള്ള രീതി നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ അവയവങ്ങളും ഓരോ നിലക്കും വ്യഭിചാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അശ്ലീലങ്ങളിലേക്കും അതുപോലെ തന്നെ അന്യ സ്ത്രീകളിലുമൊക്കെ അനർഹമായി നോക്കലാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം. അത്തരം കാര്യങ്ങളെ കേൾക്കൽ അത് കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ചിന്തകളെ തട്ടിയുണർത്തുമാറിക്കൊണ്ടുള്ള സംസാരമാണ് ഇതിലൂടെ നടത്തുന്നത്. എത്ര കൃത്യമായി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ അവസാനം ഇവയെല്ലാം ഒന്നിപ്പിക്കുന്നത് ഏറ്റവും വലിയ തിന്മയിലേക്ക്, ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്കാണ് എന്ന് നാം ഗൗരവത്തോടു കൂടി അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്, തീർച്ചയായും അത് നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാണ്. അതുകൊണ്ട് ഈ ഒരു ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക.
അതിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അഥവാ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഈമാനിന്റെ കുറവും അതുപോലെ തന്നെ സൂക്ഷ്മത കുറവുമാകുന്നു. അതുപോലെ തന്നെ ലൈംഗികതയെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ നമുക്കതിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വൃത്തികെട്ട മോശപ്പെട്ട സുഹൃത്തുക്കൾ നമുക്കുണ്ടായാൽ ഈ ചീത്തതിലേക്ക് നമ്മൾ പോകാനിടയുണ്ട്. അതുപോലെ തന്നെ അമിതമായി കൊണ്ടുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ ദുഷിച്ച വ്യഭിചാരത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം മാറിക്കടന്ന് നല്ല നേരായ മാർഗത്തിലൂടെ ഓരോ ദിവസങ്ങളെയും കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.